A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Hobbies Diapers. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. മുഖ്യമന്ത്രി പിണറായി കണ്ണു തുറക്കൂ പ്രതികരിക്കുക. നിലമ്പൂരിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമകൾ കോടികളുമായി കടന്നു കളഞ്ഞ സംഭവം നിക്ഷേപകരും ജീവനക്കാരും നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധവുമായി എത്തി. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. കസ്റ്റഡിയിലെടുത്തയാളെ പോലീസ് പിന്നീട് വിട്ടയച്ചു. പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘം ചേർന്നതിനും റോഡ് ഉപരോധിച്ചതിനും പോലീസ് കണ്ടാലറിയാവുന്നവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പോലീസ് തന്നോട് മോശമായി പെരുമാറിയെന്നും സംഘം ചേർന്ന് തന്റെ കണ്ണട ബലം പ്രയോഗിച്ച് ഊരിയെടുക്കുകയും സംഘം ചേർന്ന് തന്നെ മർദ്ദിക്കാൻ ഒരുങ്ങിയപ്പോൾ താൻ ഒച്ച ഉണ്ടാക്കിയതുകൊണ്ടാണ് മർദ്ദിക്കാതിരുന്നതെന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം വിട്ടയച്ച തിരൂരങ്ങാടി സ്വദേശി നൌഷാദ് പറഞ്ഞു. ഞാൻ സമരത്തിന്റെ ഭാഗമായിട്ട് കരിമ്പിൽ നിന്ന് വന്നതാണ്, വേങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ. അങ്ങനെ വന്നു. ഞങ്ങൾ ആദ്യം നിലമ്പൂർ പോയിട്ട് അവൻ്റെ വീട്ടിൽ, നിലമ്പൂരല്ല ചുങ്കത്തറ പോയി അവൻ്റെ വീട്ടിൽ അവരെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുള്ള ഒരു പരിപാടിക്ക് പോയി. അവിടുത്തെ SI ആണ് ഞങ്ങളോട് പറഞ്ഞത്, ഇവിടെ പരാതികളൊക്കെ എടുക്കുന്നുണ്ട് നിലമ്പൂർ സ്റ്റേഷനിലാണ്, നിങ്ങൾ നിലമ്പൂർ സ്റ്റേഷനിൽ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അപ്പോഴേ അവരെ നടപടി എടുക്കുള്ളൂ പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സമരത്തിൽ പങ്കെടുക്കാൻ ഇവരൊപ്പം വന്നതാണ്. സ്ത്രീകളടക്കമുള്ള കുട്ടികളുണ്ട്, പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, ഈ ചെറിയ മക്കളുണ്ട്, ആ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇടയിൽ വെച്ചിട്ട് ഞാൻ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിട്ടുള്ളൂ. ഞാൻ തെറ്റായ ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടില്ല. സ്വാതന്ത്ര്യ സമര സേനാനികൾ പിന്മുറക്കാരാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അവർ ഇന്നെ ബലമായിട്ട് 10 പേര് ചേർന്ന് എൻ്റെ കണ്ണാട അടക്കം തെറിച്ചിരുന്നു. 10 പേര് ചേർന്ന് കണ്ണാട വലിച്ചിട്ട് ഉള്ളിൽ നിന്ന് ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അവർ അടിക്കാൻ ശ്രമിച്ചു കൂട്ടത്തോടെ. ഞാൻ ഈളിട്ടുകൊണ്ട് മാത്രമാണ് അവർ വെറുതെ വിട്ടത്. ഇല്ലെങ്കിൽ പിന്നെ അതിന് അങ്ങനെ അന്ന് ചവിട്ടിയും കുത്തിയും കുറേ കാര്യങ്ങളൊക്കെ ഇതാക്കി. ഞാൻ പിന്നെ സൗണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമാണ് അവർ പിൻവാങ്ങിയത്. ഇല്ലെങ്കിൽ പിന്നെ അത് മാത്രമല്ല, രണ്ടാമത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ബലമായി ഒപ്പിടിച്ചിരിക്കണ്. വെള്ള പേപ്പറിൽ എന്നോട് പറഞ്ഞു ഇതിൽ ഒപ്പിടണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ബ്ലാങ്ക് പേപ്പറിൽ എങ്ങനെ ഞാൻ ഒപ്പിടുക, നിങ്ങൾ എന്ത് എഴുതി ചേർത്താൽ ആരെ ഉത്തരവാദിതാവുക എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അതൊന്നും പറ്റൂല. അതൊക്കെ പറഞ്ഞാണ്ട് കൈ ബലം പ്രയോഗിച്ചിട്ട് കൈ കുത്തിച്ചിട്ട് അതിൽ ഒപ്പിടിച്ചു. CPM ബ്രാഞ്ച് മെമ്പറാണെന്നും ക്യാൻസർ രോഗിയാണെന്നും പറഞ്ഞതോടെ അസഭ്യം പറഞ്ഞെന്നും വെള്ളപ്പേപ്പറിൽ ബലമായി പോലീസ് ഒപ്പിട്ടു വാങ്ങിയെന്നും നൌഷാദ് പറയുന്നു. ക്യാൻസർ ചികിത്സയ്ക്കായി സ്വരൂപിച്ച പണമാണ് നഷ്ടമായത്. പാലക്കാട്, നിലമ്പൂർ, കോഴിക്കോട്, വയനാട് ഭാഗങ്ങളിലെ 14 ബ്രാഞ്ചുകളിലായി പണം നിക്ഷേപിച്ചവരും ജീവനക്കാരുമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. രാവിലെ 11 മണിയോടെ അടച്ചുപൂട്ടിയ കാരാട് കുറീസിലെയും ധനക്ഷേമ നിധിയിലെയും ജീവനക്കാരും നിക്ഷേപകരും പൂക്കോട്ടുമണ്ണയിലുള്ള കമ്പനി ഫോർമാൻ ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ ശേഷമാണ് നിലമ്പൂരിലേക്ക് എത്തിയത്. കാരാട്ട് കുറീസ് നിലമ്പൂർ ജനതപ്പടിയിലെ ഓഫീസ് പരിസരത്തു നിന്നാണ് പ്രകടനമായി നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തിയത്. പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞ ശേഷം നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയവരിൽ 3 പേരെ ചർച്ചയ്ക്ക് വിളിച്ചതോടെയാണ് മറ്റ് ബ്രാഞ്ചുകളിൽ നിന്നുള്ളവർ തങ്ങളുടെ ആവശ്യം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ടത്. എന്നാൽ നിലമ്പൂരിലെ പരാതികളിൽ മാത്രമേ തനിക്ക് കേൾക്കാൻ കഴിയൂവെന്ന് നിലമ്പൂർ CA രാജേന്ദ്രൻ നായർ പറഞ്ഞു. 200-ലേറെ പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. A+ വിഷൻ, നിലമ്പൂർ. Super Absorbent Hobbies Diapers.